സൈന്യങ്ങളിൻ ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗം ഭൂമി എങ്ങും നിൻ മഹത്വം തിങ്ങും. താതസുതാത്മാ ഭാഗ്യതൃത്വമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഒരു പരിശുദ്ധ ദിനം കൂടെ കാണുവാൻ അങ്ങ് അടിയങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെയും രോഗദുരിതത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും വേദനയുടെയും അസ്വസ്ഥതയുടെയും മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്തിൽ, വിശ്വാസത്തിൽ ഇതെല്ലാം അതിജീവിക്കുവാൻ അടികളെ സഹായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആരാധനയിലൂടെ അങ്ങ് നൽകുന്ന ആശ്വാസവും സമാധാനവും വിടുതലും ധൈര്യവും അനുഭവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. 49 വർഷക്കാലം ഞങ്ങളുടെ സഭയെ ആത്മീയപരമായും ഭൗതികപരമായും ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ആരാധന ആരംഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തീയ ഗീതത്തിൽ 3-ാമത്തെ ഗീതം നമുക്ക് കൊയറിനോട് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതത്തിൽ 3-ാമത്തെ ഗീതം കൊയറിനോട് ചേർന്ന് പാടാം. സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപര പിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം. ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധ ആത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം. അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. അരുവിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ത്രിത്തൊഴിലുള്ളോ നമസ്കാരം, പ്രിയനാഥ നമസ്കാരം. കർത്താതി കർത്താ കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം.
കർത്താവേ കർത്താ, കാരുണ്യക്കടലേ, പ്രപഞ്ചത്തിൻ പിതാവേ, നമസ്കാരം. നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധ്യനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിച്ച് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം ആരാധിക്കുന്ന ദൈവം എത്രയോ കരുണയുള്ള ദൈവമാണ്. എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഭവിപ്പാൻ നമ്മെ യോഗ്യമാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതയാത്രയിൽ സംഭവിച്ചു പോയ കുറവുകളെ ഉണർന്നുകൊണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അവിടത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നാക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകളെ നമുക്ക് ഉണരാം. നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, സമശിഷ്ടങ്ങളെ കാരണം കൂടാതെ ദുഃഖിപ്പിച്ച അനുഭവങ്ങൾ, ദൈവസന്നിധി വിട്ട് അകന്നു പോയ അനുഭവങ്ങൾ, പശ്ചാത്താപ ഹൃദയത്തോടെ, കുറ്റബോധത്തോടെ ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപങ്ങളെ ക്ഷമിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ കേൾപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ഒരു മനുഷ്യൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിന് തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. പാപങ്ങളെ ക്ഷമിച്ചു തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം ആയുസ്സോടെ ആരോഗ്യത്തോടെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ദൈവം നൽകുന്ന സുരക്ഷിതത്വത്തിനായി, കൃപകൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എല്ലാ ദുരിതങ്ങളെയും കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ദൈവ ശക്തിയാൽ നിറയപ്പെടുവാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 17-ാം പുറത്തിലെ സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്നും വിശ്വസിക്കുവാൻ കൃപയള്ളണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സംതൃപ്തവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 103-ാമത്തെ സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സങ്കീർത്തനങ്ങൾ 103, 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു.
അവൻ നിന്റെ ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തകവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് നിർത്തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം എന്ന് സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതും ഇല്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ വായിക്കേണ്ടതായ സുവിശേഷ വേദഭാഗം നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നത് ആയിരിക്കും. വായിക്കാൻ നൽകപ്പെടുന്ന സുവിശേഷ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെ. യോഹന്നാൻ 16-ാം അധ്യായം 1 മുതൽ 8 വരെ. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിപ്രഷർ ആക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായിക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ വായിച്ചേട്ട വേദഭാഗങ്ങളാൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം സഭയായി ഒരുമിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം, മുഴങ്കാലുകൾ മടക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ സംബന്ധിച്ച് 49 വയസ്സ് പൂർത്തിയാകുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മുടെ സഭ ഇതാ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞു പോയ 49 വർഷക്കാലം നമ്മുടെ സഭയിലൂടെ ഈ ദേശത്തിലെ കുടുംബങ്ങളെ, വ്യക്തികളെ ഒരുപാട് ദൈവം അനുഗ്രഹിച്ചു. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് നല്ല നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കാം, സ്തോത്രം ചെയ്യാം. സഭയ്ക്കു വേണ്ടി, സഭയുടെ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച എല്ലാ പൂർവികരെയും നന്ദിയോടെ നമുക്ക് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഇത്രമാത്രം
ആത്മീകവും ഭൗതികപരമായ തരത്തിൽ വളർത്തിയ ഉയർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കഷ്ടപ്പെടുന്ന ലോക ജനതയ്ക്കു വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിനായി, ദേശത്തിനായി, കുടുംബങ്ങൾക്കായി, മാതാപിതാക്കന്മാർക്കായി, പൊന്നോമന മക്കൾക്കായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗമില്ലായ്മ ചെയ്യുവാൻ പകലന്തിയോളം പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായി, ഡോക്ടേഴ്സുമാർക്കായി, നേഴ്സുമാർക്കായി, ആരോഗ്യ പ്രവർത്തകർക്കായി, സന്നദ്ധ സംഘടന പ്രത്യേകിച്ച് എല്ലാ പ്രവർത്തകർക്കായും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിലെ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുനീരിൻ്റെ മുൻപിൽ, അസ്വസ്ഥതയുടെ മുൻപിൽ, രോഗദുരിതത്തിൻ്റെ മുൻപിൽ, കഷ്ടതയുടെ മുൻപിൽ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവിടെ ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനാഥരായി വിധവമാരായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹജമായ അവസ്ഥയിലായിരിക്കുന്ന മാതാപിതാക്കന്മാർക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കിടരോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശ്വാസമുട്ടൻ്റെ പ്രയാസത്താൽ, നെഞ്ചിൻ്റെ വേദനയാൽ, ഉദരസംബന്ധമായ രോഗങ്ങളാൽ, ഷുഗറിൻ്റെ പ്രയാസങ്ങളാൽ, ഒരുപക്ഷെ പുറത്തു പോലും പറയുവാൻ മടിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുടെ ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഫെൽവിൻ റോഷ് എന്ന പൈതലിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. ചുണ്ടവിളാകം CSI സഭയിലെ യുവജനാസഖ്യ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീജു എന്ന സഹോദരൻ്റെ സൗഖ്യത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതുപോലെ രോഗദുരിതത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ ഓർത്ത് കരയുന്ന മക്കളുണ്ട്. എൻ്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ പുലർത്തും, എങ്ങനെ മുമ്പോട്ട് നയിക്കുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന എല്ലാ ജീവിതങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപജീവനങ്ങൾ ചെയ്യുന്ന പാവപ്പെട്ട മാതാപിതാക്കളുടെ ജീവിത അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പപ്പട നിർമ്മാണ തൊഴിലുകൾ ചെയ്ത്, മരപ്പണി തൊഴിലുകൾ ചെയ്ത്, വാഹനങ്ങൾ ഓടിച്ച് യാത്ര ചെയ്ത്, വെൽഡിംഗ് തൊഴിലുകൾ ചെയ്ത്, പാചക തൊഴിലുകൾ ചെയ്ത്, വ്യത്യസ്തമായ കൂലിപ്പണികൾ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങൾക്കായും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോഴിഫാം നടത്തി, നാൽക്കാലികളെ വളർത്തി, കൃഷിപ്പണി ചെയ്ത്, വ്യാപാരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. പട്ടാള സേവനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിത അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ നമ്മുടെ ബിഷപ്പ് തിരുമേനിക്കായി, മഹായിടവയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായും, രോഗദുരിതങ്ങളിലായിരിക്കുന്ന വന്യപുരോഹിതന്മാർക്കായും, മിഷണറിമാർക്കായും, സുവിശേഷകന്മാർക്കായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ചർച്ച് സെക്രട്ടറിക്കായി, കമ്മിറ്റികൾക്കായി, സംഘടനാ ഭാരവാഹികൾക്കായി, പാടുന്ന മക്കൾക്കായി, കപ്യാസുകളുടെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി, പ്രത്യേകിച്ച് ഓൺലൈൻ ആരാധന ക്രമീകരണങ്ങൾ ചെയ്യുന്ന അനീഷ് എന്ന സഹോദരനായും അവൻ്റെ കുടുംബത്തിനായും അനുഗ്രഹം നിറഞ്ഞ ജീവിതത്തിനായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പൊന്നോമന മക്കളുടെ അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികളൊന്നും പിടിപെടാതെ കുഞ്ഞുമക്കളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ക്ലാസ്സുകൾ വരെയും പഠിക്കുന്ന മക്കളുണ്ട്. അവരുടെ പഠനങ്ങളെ ദൈവം അനുഗ്രഹിച്ചു നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഒരുപാട് പഠിച്ചു, ടെസ്റ്റുകൾ കഴിഞ്ഞു. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരുപാട് യൗവന മക്കളുണ്ട്. അവരുടെ ആഗ്രഹപ്രകാരം ഓരോ ഉപജീവനങ്ങളെ നൽകി അവരുടെ ഭാവി ജീവിതങ്ങളെ ധന്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ മകന്, എൻ്റെ മകൾക്കൊരു വിവാഹം നടന്നു കാണണം എന്നാഗ്രഹിച്ച് മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. മക്കൾക്ക് തക്കതായ തുണകളെ നൽകി ഭാവി ജീവിതങ്ങളെ ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗർഭിണികളായി കഴിയുന്ന സഹോദരിമാർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രസവാനന്തരം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടതയുടെ മുൻപിൽ, കണ്ണുനീരിൻ്റെ മുൻപിൽ, കടഭാരത്തിൻ്റെ മുൻപിൽ, വേദനയുടെ മുൻപിൽ, വെല്ലുവിളികളുടെ മുൻപിൽ, രോഗദുരിതത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെയും ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി, വിടുതലിനായി, അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 50-ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ സഭ പ്രവേശിക്കുമ്പോൾ ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ചുള്ളതായ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. സഭയുടെ തുടർന്നുള്ള നാളുകൾ ദൈവകരങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, സുരക്ഷിതമായിരിക്കാൻ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ സഭയിലൂടെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇതുവരെയും തന്ന എല്ലാ നന്മകൾക്കായും ദൈവ നടത്തിപ്പിനായും ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്കായി വചനം വിളമ്പപ്പെടുന്നതായ വിനോദ് വിറ്ററച്ചനായും കുടുംബത്തിനായും മക്കൾക്കായും അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായും ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ, എൻ്റെ ആയുസ്സുമിതു പോരാ. ജീവിതപാതയിൽ കാലുകളെ കുടഞ്ഞു വീഴാതെ, ജീവിതപാതയിൽ കാലുകളെ കുടഞ്ഞു വീഴാതെ, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നു, താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുകൾ നിറയുന്നു. ദൈവം തന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ, എൻ്റെ ആയുസ്സുമിതു പോരാ, എൻ്റെ ആയുസ്സുമിതു പോരാ. കഴിഞ്ഞു പോകുന്ന 49 വർഷക്കാലം ഞങ്ങളുടെ സഭയെ അതിശയകരമായി, അത്ഭുതകരമായി അനുഗ്രഹിച്ച ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദേശത്തിൽ ദൈവം തന്ന സഭയിലൂടെ ഈ ദേശത്തിലെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ചെയ്ത കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭ ആരംഭിച്ച നാൾ മുതൽ ഈ നിമിഷം വരെയും ദൈവം അനുഗ്രഹിച്ച് നടത്തിയല്ലോ കർത്താവേ. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിപ്പാൻ ദൈവം കൃപ ചെയ്തു കർത്താവേ. ഒരു ജനമായി, ഒരു സമൂഹമായി ദൈവസന്നിധിയിൽ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ദേശത്തിൽ ഒരു കെടാത്ത വിളക്കായി ജ്വലിച്ച് ശോഭിക്കുന്ന കർത്താവേ, നാഥ, ഒരു വിളക്കായി ഞങ്ങളുടെ ആലയത്തെ തന്നിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവമേ, കഴിഞ്ഞു പോയ നാളുകളിൽ സഭയ്ക്ക് നല്ല നേതൃത്വം വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു. സഭയുടെ ഉന്നമനത്തിനായി പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, ചെലവിട്ടതായ എല്ലാ പൂർവികരെയും നന്ദിയോടുകൂടെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ തലമുറ പട്ടിണിയില്ലാതെ
സമൃദ്ധമായി ജീവിപ്പാനുള്ള കൃപ ദൈവം നൽകിയല്ലോ കർത്താവേ. നാഥ, തലമുറകളെ അനുഗ്രഹിച്ച, വളർത്തിയ, ഉയർത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. നാഥ, തുടർന്നും ഞങ്ങളുടെ സഭ ഈ ദേശത്തിന് ഒരനുഗ്രഹമായി ശോഭിപ്പാൻ, ഒരനുഗ്രഹമായി ജ്വലിച്ച് പ്രകാശിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ സഭയ്ക്ക് നല്ല നേതൃത്വം വഹിക്കുന്ന എല്ലാ ഭാരവാഹികളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും, അവരുടെ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്നേ ദിവസം സഭയുടെ പിറന്നാൾ ദിനമായി ഞങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോക ജനതയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ, നിലവിളിയുടെ താഴ്വരയിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ, രോഗത്തിൻ്റെ താഴ്വരയിൽ കർത്താവേ, പ്രാണവായുവിനു വേണ്ടി നിലവിളിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുടെ മധ്യയാണ് കർത്താവേ ഞങ്ങൾ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും ആവില്ല കർത്താവേ. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ നിലവിളി സ്വർഗം തുറക്കണം കർത്താവേ. COVID-19 എന്ന ന്യായവിധിയിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ, സംസ്ഥാനത്തെ, ദേശത്തെ, കുടുംബങ്ങളെ, പൊന്നോമന മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, രോഗമില്ലായ്മ ചെയ്യുവാൻ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടേതായ നാഥ പ്രവർത്തനം രോഗം പൂർണ്ണമായും നാഥ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിലും അനേകം പ്രിയപ്പെട്ടവർ രോഗദുരിതത്തിൻ്റെ മുൻപിൽ ആയിരിക്കുന്നു കർത്താവേ. നാഥ, പ്രത്യേകാൽ നാഥ ഫിൽവിൻ റോഷ് എന്ന കുഞ്ഞുമോൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്രീജു എന്ന സഹോദരൻ്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അറിഞ്ഞും അറിയാതെയും ആയിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പൂർണ്ണമായ ആശ്വാസവും സൗഖ്യവും വിടുതലും അവർക്ക് കൽപ്പിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ആലയത്തിലെ വാർദ്ധക്യ മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. നാഥ, കിടരോഗികളായി കഴിയുന്നവരുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, ക്ഷീണ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. പൂർണ്ണമായ ആശ്വാസവും സൗഖ്യവും ആയുസ്സും ആരോഗ്യവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരായി വിധവമാരായി കഴിയുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ എന്ന വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ആലയത്തെ ഒരു പ്രാർത്ഥനാലയമാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം നൽകിയിരിക്കുന്ന പൊന്നോമന മക്കളെ ഞങ്ങൾ സമർപ്പിക്കട്ടെ കർത്താവേ. കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് പകർച്ചവ്യാധികളൊന്നും പിടിപെടാതെ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ കർത്താവേ കാത്തു സൂക്ഷിക്കണമേ. മിടുക്കൻ മക്കളായി വളരപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ക്ലാസ്സുകൾ വരെയും പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകാൽ ഒരുപാട് പഠിച്ചു, ടെസ്റ്റുകൾ കഴിഞ്ഞു, ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തു കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്. ദൈവമേ, ഞങ്ങളുടെ മക്കൾ നിരാശപ്പെട്ടു പോകാതെ വണ്ണം ദൈവമേ നല്ല നല്ല നിലകളിൽ ഭാവി ജീവിതങ്ങളിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഒരു വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. തക്കതായ തുണകളെ നൽകി മക്കളെ അനുഗ്രഹിക്കണമേ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. സ്വന്തമായി ഉചിതമായും നടത്തപ്പെടുവാൻ ദൈവമേ അനുഗ്രഹത്തിൻ്റെ കുടുംബജീവിതങ്ങൾ ലഭ്യമായി തീരുവാൻ സഹായിക്കണമേ. നാദാഗർഭിണികളായി കഴിയുന്ന സഹോദരിമാരെ ഓർക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം സുരക്ഷിതത്വം നൽകി കാത്തു സൂക്ഷിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രസവാനന്തരമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ കാത്തുകൊള്ളണമേ. തലമുറകളില്ലാതെ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ദൈവമേ, തലമുറകളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, പട്ടിണിയില്ലാതെ
ദാരിദ്ര്യമില്ലാതെ ജീവിപ്പാൻ ഓരോ കുടുംബങ്ങളെയും ദൈവം സഹായിക്കണമേ. വ്യത്യസ്തങ്ങളായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കർത്താവേ. കഷ്ടതയുടെ മുൻപിൽ, കണ്ണുനീരിൻ്റെ മുൻപിൽ, കടഭാരത്തിൻ്റെ മുൻപിൽ, ഞെരുക്കത്തിൻ്റെ മുൻപിൽ, നെടുവീർപ്പിൻ്റെ മുൻപിൽ, നിരാശയുടെ മുൻപിൽ ആയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരോട് അങ്ങ് ഈ നാളുകളിൽ ഇടപെടണമേ. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. നാഥ, ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിക്കായി, മഹേഡവയ്ക്കായി, എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ കഴിയുന്നതായ വന്യ പുരോഹിതന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, മിഷണറിമാരെ ഓർക്കുന്നു, സുവിശേഷകന്മാരെ ഓർക്കുന്നു. പൂർണ്ണമായ ആശ്വാസവും വിടുതലും സൗഖ്യവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആലയത്തിലെ ചർച്ച് സെക്രട്ടറിക്കായി, കമ്മിറ്റികൾക്കായി, എല്ലാ പ്രവർത്തനങ്ങൾക്കായും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നേ ദിവസം സഭാവാർഷികമായി ആഘോഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തുവല്ലോ. വചനം ഘോഷിക്കുന്നതായ നാഥാ പ്രിയപ്പെട്ട അച്ഛനെയും ദൈവമായിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. വരുന്ന വർഷത്തിൽ കർത്താവേ നാഥ, കൂടുതലായി ദൈവസന്നിധിയിൽ സന്തോഷം പങ്കിടുവാൻ അടിയങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, എല്ലാവിധ പ്രവർത്തനങ്ങളിലും തിരുകൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് നടത്തണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഒന്നുകൂടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഐക്യതയുടെയും സന്തോഷത്തിൻ്റെയും പാതയിൽ ഞങ്ങൾ നടത്തണമെന്ന് വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. ഇനിയും വഴി നടത്തുവാൻ ശക്തമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിച്ചു വാഴുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താൻ സകലദോഷത്തിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പരസ്യമായി അറിയിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആലയത്തിലെ ആരാധനകളെല്ലാം ഓൺലൈനിൽ തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്നേ ദിവസം നമ്മുടെ സഭ വാർഷിക ദിനമാണ്. 49 വയസ്സ് പൂർത്തിയാകുകയാണ്. 50ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ സഭ ഇതാ പ്രവേശിക്കുക. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. വരുന്ന നാളുകളിൽ കൂടുതലായി ആത്മീയപരമായി ആഘോഷിപ്പാനുള്ള അവസരം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഇന്നേ ദിവസം വചനഘോഷണം നടത്തപ്പെടുന്നതായ പ്രിയപ്പെട്ട അച്ഛനുള്ളതായ സ്വാഗതവും അതോടൊപ്പം തന്നെ സഭയെ അറിയിക്കേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങളും ചർച്ച് സെക്രട്ടറി അറിയിക്കുന്നത് ആയിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ, വീഡിയോയിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ സഭാജനങ്ങളെ, നിങ്ങൾ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇടവകയുടെ 49ാം സഭാദിനം സഭയിൽ ആഘോഷമാക്കി തീർക്കുന്നതിന് നമുക്ക് സാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും കുടുംബങ്ങളിൽ ആയിരുന്നുകൊണ്ട് ദൈവം ഇടവകയ്ക്ക് നൽകിയ എല്ലാ നന്മകളും ഇടവകയിലൂടെ കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഈ സഭാദിനത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ച സഭാ ശുശ്രൂഷകർ, സഭാ സെക്രട്ടറിമാർ,
ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ, പൂർവികർ ഇവരെയെല്ലാം ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞുപോയ വർഷം ഇടവകയെ സംബന്ധിച്ചിടത്തോളം കോവിഡും ലോക്ക്ഡൗണും കാരണം വളരെയധികം പ്രതിസന്ധി നേരിട്ട ഒരു വർഷമായിരുന്നു. വളരെയധികം പ്രതിസന്ധി നേരിട്ട ഈ കാലഘട്ടത്തിൽ തന്നെയും ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കും അച്ഛന് നൽകി വരുന്ന ശമ്പളവും മുടക്കം കൂടാതെ നൽകുന്നതിന് സാധിച്ചു. എല്ലാ കുടുംബങ്ങളും മാസവരിയും മറ്റ് കാണിക്കകളും ഈ പ്രതിസന്ധികൾക്കിടയിലും സഭയിലെത്തിക്കാൻ കാണിച്ച താല്പര്യമാണ് അതിന് കാരണം. തുടർന്നും എല്ലാ കുടുംബങ്ങളുടെയും കഴിയുന്നിടത്തോളമുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഇടവകയ്ക്ക് 100 കസേരകൾ വാങ്ങാൻ സാധിച്ചത്. അതിനായി സഹായിച്ച എല്ലാ കുടുംബങ്ങൾക്കും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഓൺലൈൻ പഠനങ്ങൾക്കിടയിലും ഉന്നത വിജയം നേടിയ ഇടവകയിലെ എല്ലാ മിടുക്കർക്കും പ്രത്യേക അനുമോദനം അറിയിക്കട്ടെ. പ്രതിസന്ധികൾക്കിടയിലും സന്തോഷവും അനുഗ്രഹങ്ങളും നിറഞ്ഞ ഒരു വർഷമായിരുന്നു കടന്നുപോയത്. നമ്മുടെ ഇടവകയിലെ 3 പേർക്ക് സർക്കാർ ജോലി ലഭിച്ചു എന്നതിൽ അഭിമാനമുണ്ട്. അവർക്ക് ഇടവകയുടെ അനുമോദനങ്ങൾ അറിയിക്കുന്നു. 11 കുടുംബങ്ങളിൽ പുതിയ തലമുറകളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ സന്തോഷങ്ങളിൽ ഇടവകയും പങ്കു ചേരുന്നു. വിവാഹ സഹായ നിധിയിൽ നിന്നും 50,000 രൂപ തേരിവിളയിൽ ബിൻസിക്ക് വിവാഹ സഹായമായി നൽകുന്നതിന് ഇടവകയ്ക്ക് സാധിച്ചു. ഈ വിവാഹ സഹായ നിധിയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ പേർക്കും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. 2022 നമ്മുടെ ഇടവക 50-ാം സഭാദിനം ആഘോഷിക്കുകയാണ്. ഇന്നേ ദിവസം മുതൽ 2022 മെയ് 22 വരെയുള്ള ഒരു വർഷക്കാലം ഗോൾഡൻ ജൂബിലി വർഷമായി ആഘോഷിക്കുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനമുള്ള വിനോദ് വിക്ടർ അച്ഛൻ സഭാദിന സന്ദേശത്തെ തുടർന്ന് നിർവഹിക്കുകയാണ്. നമ്മുടെ മഹാ ഇടവകയിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ അച്ഛനാണ് വിനോദ് വിക്ടർ അച്ഛൻ. തിരുവനന്തപുരം ഹോളി ട്രിനിറ്റി ചർച്ചിലെ അംഗമാണ്. സഭാദിനത്തിലെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ആണ് ബഹുമാനമുള്ള അച്ഛനെ ക്ഷണിച്ചിരുന്നത്. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ വീഡിയോയിലൂടെയാണ് അച്ഛൻ്റെ ഇന്നേ ദിവസത്തെ സന്ദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനായി നല്ല മനസ്സ് കാണിച്ച ബഹുമാനമുള്ള അച്ഛന് കുഴിവിള ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളുടെ പേരിലും ചർച്ച് കമ്മിറ്റിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. സഭാദിനവും ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടക്കുന്ന ഈ ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എങ്കിലും നടക്കണം എന്ന് ചർച്ച് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ഇന്നേ ദിവസത്തെ ഓൺലൈൻ സഭാദിന സ്തോത്ര ആരാധനയ്ക്ക് ശേഷം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഓൺലൈൻ ടാലൻറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ ഇടവകയിലെ 20-ൽ പരം കലാപ്രതിഭകളുടെ കഴിവുകൾ കോർത്തിണക്കിയാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മൊബൈലിൽ ചിത്രീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മാതാപിതാക്കൾക്കും പങ്കെടുത്ത എല്ലാ പേർക്കും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതെല്ലാം ക്രോഡീകരിക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും സഹായിച്ച സാംദാസ്, അനീഷ്, നിതിൻ എന്നിവർക്കും സഭയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ സെൻകുമാർ അച്ഛനും നന്ദി. ഈ ഓൺലൈൻ ആരാധനയെ തുടർന്ന് നടക്കുന്ന ഈ സവിശേഷ പ്രോഗ്രാം കൂടെ കാണുന്നതിന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. 49-ാം സഭാദിനത്തിൻ്റെയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെയും എല്ലാവിധ ആശംസകളും മുഴുവൻ സഭാജനങ്ങൾക്കും സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ച് ഇന്നേ ദിവസം സഭയുടെ പിറന്നാൾ ദിനമാണ്. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭവനങ്ങളിലായിരുന്നുകൊണ്ടാണ് നമുക്ക് ഓർക്കുവാനും ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ഇടയായിത്തീരുന്നത്. വിഷമിക്കേണ്ട, തീർച്ചയായും ഇന്നായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവാശ്രയത്തോടുകൂടെ നമുക്ക് അതിജീവിപ്പാൻ ദൈവം കൃപ തരും എന്നതിന് യാതൊരു മാറ്റവുമില്ല. സഭാവാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് വചനം ഘോഷിക്കപ്പെടുന്നത് റവറൻഡ് വിനോദ് വിക്ടർ അച്ഛനാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു ആത്മീക ഗുരുവാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സന്ദേശം
നമ്മുടെ സഭാജനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമയത്ത് കഴിഞ്ഞു പോയ നാളുകളിൽ സഭയ്ക്ക് നല്ല നേതൃത്വം വഹിച്ച വന്യ പുരോഹിതന്മാരെ ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, പ്രവർത്തിച്ച, ചെലവിട്ട, അധ്വാനിച്ച നമ്മുടെ എല്ലാ പൂർവികരെയും ഈ സമയത്ത് ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ സഭ ഇത്തരത്തിൽ നിലനിൽക്കുന്നത്. തുടർന്നും ആത്മീയപരമായും ഭൗതികപരമായും ദൈവം നമ്മുടെ സഭയെ വളർത്തട്ടെ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ 50-ാമത്തെ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഗോൾഡൻ ജൂബിലി ആയി ആഘോഷിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നാളുകളിൽ സഭയ്ക്ക് നല്ല നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും സഭയുടെ ജന്മനാൾ ആശംസ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സന്തോഷത്തോടുകൂടെ അറിയിക്കട്ടെ. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ക്രിസ്തീയ ഗീതത്തിൽ 81-ാമത്തെ ഗീതം കൊയറിനോട് ചേർന്ന് പാടാം. 81-ാമത്തെ ഗീതം. കർത്താവേ, നീ ഇന്നേരത്തിൽ നിന്ദാസനെ കടാക്ഷിച്ച് നിൻ ശുദ്ധവചനമവൻ സംസാരിപ്പാൻ തുണയ്ക്കുക. നിൻ പ്രമാണത്തിൽ നിന്നവൻ അത്ഭുത കാര്യങ്ങൾ കണ്ടു. ഞങ്ങളെ പഠിപ്പിപ്പാനായി നിൻ കൃപ അരുളേണമേ. ഞങ്ങളെ പഠിപ്പിപ്പാനായി നിൻ കൃപ അരുളേണമേ. ശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം ആശ്രയം വച്ചിപ്പോൾ നിൻ ഗീതം ഉപദേശിപ്പാൻ നീ സഹായിച്ചിടേണമേ. നിന്ദാസരാകുമെങ്ങളും സന്തോഷമോടിന്നേരം നിൻ തിരുവചനം കേട്ടിടാൻ തരേണമേ. നിന്നാശിഷം തിരുവചനം കേട്ടിടാൻ തരേണമേ. നിന്നാശിഷം വിശുദ്ധവാക്യങ്ങൾ ഹൃദി വിശ്വാസത്താൽ കലർന്നുടൻ പ്രവർത്തിച്ചിടുവാനായി നിൻ പരമകൃപ ചൊരിക. ഇവിധം സ്വർഗതാതാനിൻ ദിവ്യവചനം ഞങ്ങളിൽ സമൃദ്ധിയായി ദിനം പ്രതി സൽബലം കായ്പനരുൾക. സമൃദ്ധിയായി ദിനം പ്രതി സൽബലം കായ്പനരുൾക. സഭ വാർഷിക ആഘോഷങ്ങൾക്കായിട്ടുള്ള മുഖ്യ സന്ദേശം, അതോടൊപ്പം തന്നെ
ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ശുശ്രൂഷയും ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ റവറൻഡ് വിനോദ് വിട്രച്ചൻ ഈ സമയത്ത് നിർവഹിക്കുന്നത് ആയിരിക്കും. കർത്താവിൽ പ്രിയരെ, പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ ദൈവമേ, പെന്തക്കോസ്ത് നാളിൽ സഭയുടെ 49-ാം സഭാദിനത്തിൽ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് ദൈവാത്മാവെ ഹൃദ്യമായി ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, കുഴിവിള സഭ 49-ാം സഭാദിനം ആഘോഷിക്കുന്ന ഇന്ന് നിങ്ങളോടൊപ്പം ഈ പരിമിതികളുടെ മധ്യേയും തിരുവചന സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗീയ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുമ്പോഴും രോഗവ്യാപനത്താൽ ലോകം വലയുമ്പോഴും നമ്മുടെ അകത്തെ മുറികളെ അൾത്താരകളാക്കി അതിനു ചുറ്റും ദൈവ സാന്നിധ്യം നുകരുവാൻ സ്വർഗീയ ദൈവം നമുക്ക് നൽകുന്ന ഈ അവസരങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ സഭാദിനവും ഒന്നാമതായി ഒരു തിരിഞ്ഞു നോക്കലിൻ്റെ അനുഭവമാണ്. 49 വർഷക്കാലം ദൈവം നടത്തിയ വഴികൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം നടത്തുവാനായി കരങ്ങളിൽ എടുത്തുപയോഗിച്ച വ്യക്തികൾ, ഓരോന്നിനെയായും ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, വന്ന വഴികളിലൂടെ തിരിഞ്ഞു നോക്കി, വന്ന വഴികളിലൂടെ തിരിഞ്ഞു നടന്ന് ദൈവമേ ഓരോ ചുവടിനും നന്ദി എന്ന് പറയുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. രണ്ടാമത്, സഭാദിന അനുഭവങ്ങൾ ചുറ്റും നോക്കുവാൻ, സഭയുടെ അസ്തിത്വത്തെക്കുറിച്ചും സഭയുടെ ദൗത്യത്തെക്കുറിച്ചും പുനർചിന്തനം ചെയ്യുവാൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കേണ്ടുന്ന അനുഭവമാണോ സഭ? ഇങ്ങനെയൊക്കെ മതിയോ? അടിസ്ഥാനപരമായ ശ്രദ്ധേയമായ ചില ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിക്കുവാൻ, ഉത്തരങ്ങൾ തേടുവാൻ, ഉത്തരങ്ങൾ കണ്ടെത്തുവാനുള്ള സമയം. മൂന്നാമത്, പ്രത്യാശയോടുകൂടി മുന്നിലേക്ക് നോക്കുവാൻ. അടുത്തൊരു വർഷം ജൂബിലി നാം ആഘോഷിക്കുമ്പോൾ അത് എത്തരത്തിലുള്ള ആഘോഷങ്ങളായിരിക്കണമെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ, ജൂബിലിക്കപ്പുറമുള്ള നാളുകളെക്കുറിച്ച് പ്രത്യാശയോടുകൂടി കാണുവാൻ നമ്മെ സഹായിക്കുന്ന അനുഭവം ആകണം സഭാദിനത്തിൻ്റെ അനുഭവം. ഇന്ന് വായനാവേദ ഭാഗമായി പെന്തക്കോസ്ത് നാളിൽ നാം വായിച്ചു കേട്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ 11 വാക്യങ്ങളാണ്. സഭയുടെ ജന്മദിനം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച്, ആ ദിവസത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായി ആ വേദഭാഗത്തു നിന്നുള്ള ചിന്ത ഇതാണ്: പെന്തക്കോസ്ത് നാൾ നന്ദി അർപ്പണത്തിൻ്റെ ഉത്സവമായിരുന്നു, കൊയ്ത്തുത്സവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഭാദിന അനുഭവത്തിൽ നാം വീണ്ടും പെന്തക്കോസ്ത് അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് നന്ദി അർപ്പണത്തിൻ്റെ അനുഭവം. കൊയ്ത്തിനു ശേഷം 50 നാളുകൾ കഴിയുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ കടന്നുവന്ന് അവർ അന്നവസ്ത്രാദികളും സുഖം, ബലം എന്നിവകളും തന്ന് അവരെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി കരേറ്റുന്ന അനുഭവം. ഇവിടെയും ഉയിർപ്പിന് ശേഷം 50 നാളുകൾക്കപ്പുറം അകത്തെ മാളിക മുറിയിൽ അടച്ചിട്ട് ഒരുമിച്ച് അവർ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം. പ്രിയരെ, ഭയത്തോടെ, വിഹ്വലതയോടെ ഒരു ചെറിയ സംഘം ആൾക്കാർ അകത്തെ മുറിയിൽ അടച്ചിരിക്കുന്ന അനുഭവത്തിൻ്റെ മധ്യേ അവർ തിരിഞ്ഞു നോക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇറങ്ങിവരലും ഇടപെടലും. സഭാദിനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്തോത്രത്തിൻ്റെ അനുഭവമാകണം. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബജീവിതത്തിൽ, ഒരുമിച്ചുള്ള കൂട്ടായ്മ ജീവിതത്തിൽ, സഭയുടെ ആരാധനകൾ, സഭയുടെ സംഘടനകൾ, സഭയുടെ പരിപോഷണം
എന്നെയും നിങ്ങളെയും നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ന് നന്ദി പറയുന്ന, തിരുസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ, നമ്മെ നയിച്ചവർ, മുൻ ശുശ്രൂഷകർ, അവരെയൊക്കെ ഓർക്കുവാൻ, ഒന്ന് ഫോണിലെങ്കിലും വിളിക്കുവാൻ, ഒരു വാക്ക് നന്ദി പറയുവാൻ നമുക്ക് ദൈവ തിരുസന്നിധിയിൽ വിനയപ്പെടലിൻ്റെ അനുഭവമാകട്ടെ ഇന്ന്. രണ്ടാമത്, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ 11 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ആത്മാവിൻ്റെ കാറ്റ് വീശിയടിച്ച ഒരു ആരാധനയുടെ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. ന്യൂമ, റുവാഹ്, ദൈവത്തിൻ്റെ ശ്വാസം കാറ്റായി, പിളർന്ന അഗ്നിനാവായി ജനങ്ങളുടെ മേൽ വന്ന് അണഞ്ഞ അനുഭവം. ആത്മനിറവിലുള്ള അനുഭവമാണ് ആരാധനകൾ. പ്രിയരെ, കാലങ്ങൾക്കിപ്പുറം 49 വർഷക്കാലം ഒരു സഭയായി നമ്മെ നടത്തിയ ദൈവതിരുസന്നിധിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ആരാധനകൾ ആത്മനിറവിൻ്റെ അനുഭവങ്ങളാണ്. ദൈവ തിരുസന്നിധിയിലായിരിക്കുന്നത് തന്നെ സന്തോഷം എന്ന് കണ്ട് ആ തിരുസാന്നിധ്യത്തിൻ്റെ സായുജ്യം കാറ്റായി അഗ്നിയായി വന്നണയുന്ന ദൈവ ആത്മാവിൻ്റെ നിറവും ശക്തിയും രുചിച്ചറിയുവാൻ ഇന്ന് നമുക്കാകുന്നുവോ? ലോകത്തിൻ്റെ പലയിടങ്ങളിലും ആരാധനകൾ വെറും ചടങ്ങുകളായി മാറുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ആരാധനാ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുവാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് തൻ്റെ ഛായയിൽ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവ തിരുസന്നിധിയിൽ കർത്താവെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിൻ്റെ അർത്ഥവും പൊരുളും എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണമേ എന്ന് നിരന്തരം ദൈവ തിരുസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവമാകണം സഭാദിന അനുഭവവും പെന്തക്കോസ്തിൻ്റെ അനുഭവവും. മൂന്നാമത്, ആ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവ് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ മേൽ വന്നു എന്നല്ല, ചില ഭാഷക്കാരുടെ മേൽ, ചില ജാതിക്കാരുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരുടെ മേലും വന്നു, പിളർന്ന അഗ്നിനാവായി ഓരോരുത്തരുടെ തലയിലേക്കും വന്നണഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സഭയുടെ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചും നാം ധ്യാനിക്കുമ്പോൾ കൂട്ടായ്മ ആരെയും മാറ്റി നിർത്താത്ത അനുഭവമാണ്, ആരെയും പാർശ്വവൽക്കരിക്കാത്ത അനുഭവമാണ്. എല്ലാത്തിനും അതുല്യമായ സാന്നിധ്യവും എല്ലാവരെയും ഒരുപോലെ തുല്യരായി കാണുകയും ചെയ്യുന്ന അനുഭവമാണ്. സഭാ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ ഓരോ വിലയിരുത്തലിലും ഈ തുല്യത, എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള ആത്മനിറവിലുള്ള സാധ്യത എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനും വിലയിരുത്തുവാനും നമുക്കാകണം. നാലാമത്, ആത്മാവ് ആരാധനയുടെ ഭാഷയെ തന്നെ സ്വാധീനിക്കുന്ന അനുഭവമാണ്. ഓരോരുത്തരും ആരാധനയുടെ ഭാഷ ഉപയോഗിച്ചു. വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകൾ ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത് ഗ്രഹിച്ചു. ബാബേലിൽ ഭാഷ കലക്കപ്പെട്ടപ്പോൾ അസാധ്യമായി തീർന്ന ആശയവിനിമയം പെന്തക്കോസ്ത് നാളിൽ ആ ആശയവിനിമയത്തിൻ്റെ തടസ്സത്തെ നീക്കം ചെയ്തു. ഭാഷകൾക്കതീതമായി, സംസ്കാരങ്ങൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി വലിയൊരു കൂട്ടായ്മയാണ് സഭ എന്ന വലിയ ഓർമ്മപ്പെടുത്തലായിരുന്നു പെന്തക്കോസ്ത് നാളിൽ നടന്നത്. അവസാനമായി ആ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആത്മാവിൻ്റെ ഇടപെടൽ പുതുശക്തിയുടെ ഉറവിടമാണ്, പുത്തൻ ആരംഭത്തിൻ്റെ സാധ്യതയാണ്. അവരുടെ ആരാധനാ ജീവിതവും അവരുടെ കൂട്ടായ്മ ജീവിതവും അവരുടെ ശുശ്രൂഷ, ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയാത്തവരെ സ്നേഹിക്കുവാൻ ശക്തി പകരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അവരുടെ സാക്ഷ്യ ജീവിതം, മിണ്ടാതിരിപ്പാൻ എനിക്കാവില്ല, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനോടൊപ്പം പറയുവാൻ നിർബന്ധിതരായ, വ്യത്യസ്തതകളെ മാനിച്ചുകൊണ്ട് തന്നെ വലിയൊരു ഐക്യത്തിന് സാധ്യതയൊരുക്കുന്ന, പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത, പിതാവ് വാഗ്ദത്തം ചെയ്ത, പുത്രൻ വാഗ്ദത്തം ചെയ്ത ദൈവാത്മാവിൻ്റെ നിറവ്, ഭയവിഹ്വലരായി
അകത്തെ മുറിയിൽ അടച്ചിരുന്ന ശിഷ്യന്മാരെ ശക്തിയുള്ളവരായി ധൈര്യത്തോടെ ലോകസമക്ഷം ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ ശക്തി പകരുന്ന അനുഭവമായി. എൻ്റെയും നിങ്ങളുടെയും നാളുകളുടെ ജീവിതത്തിലേക്ക് ശക്തിയുടെ ഉറവിടവും സ്രോതസ്സുമായി ദൈവത്തിൻ്റെ ആത്മാവ് മാറണം. പ്രിയരെ, നാം കടന്നു ചെല്ലുന്നത് ജൂബിലി വർഷത്തിലേക്കാണ്. തിരുവചന അടിസ്ഥാനത്തിൽ ആത്മനിറവിൽ എന്താണ് ജൂബിലി എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് ഏത് തരത്തിലുള്ള കർമ്മ പദ്ധതികളാകും യോബേൽ സംവത്സരത്തിൽ നാം ഒരുമിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നത് ആത്മസന്തോഷത്തിനും ആത്മാവിൻ്റെ സന്തോഷത്തിനും ഉതകുന്നത് എന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്കാകണം. 7-ാം നാൾ ശബത്ത്, 7 വർഷങ്ങൾ ശബത്ത് വർഷം, അങ്ങനെ 7 വർഷങ്ങൾ വീതമുള്ള 7 വർഷങ്ങൾ, 49 വർഷക്കാലം. അതിനടുത്തത് അതാണ് യോബേൽ ജൂബിലി വർഷം. യോബേൽ സംവത്സരം, യോബേൽ എന്ന വാക്ക് കാഹളം എന്ന കൊമ്പ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. കാഹളം ഊതുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിച്ചിരുന്നത്. ഒന്ന്, അത് ആരാധനയുടെ കാഹളധ്വനിയായിരുന്നു. ജനങ്ങൾ അവരെവിടെ ആയിരുന്നാലും ശരി, അവരവരുടെ ആരാധന ഇടങ്ങളിലേക്ക് മടങ്ങി വരവിൻ്റെ ആഹ്വാനം. 2, അത് അനുതാപത്തിൻ്റെ കാഹളധ്വനിയാണ്. 50 വർഷത്തെ അവരുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, തിന്മകൾ, കുറവുകൾ, അനീതികൾ ദൈവതിരുസന്നിധിയിൽ അനുതാപത്തോടെ ഓർക്കേണ്ടുന്ന അനുഭവം. 3, അത് അനീതികൾക്കെതിരെയുള്ള കാഹളധ്വനിയാണ്. അനീതികൾ ക്ഷമിക്കണമേ എന്ന് മാത്രമല്ല, ആ അനീതികളെ എങ്ങനെ തിരുത്താം, പ്രായോഗികമായി എങ്ങനെ തിരുത്താം എന്ന് ഒരുമിച്ച് ചിന്തിക്കുകയും ആ ചിന്തകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അനുഭവം. പ്രിയരെ, വളരെ വളരെ ഉദാത്തമായൊരു ദർശനമാണ് യോബേൽ ദർശനം. എന്നാൽ ചരിത്ര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ വളരെ ആഴമേറിയ ഒരു സത്യം കൂടിയുണ്ട്. ആ സത്യം ഇതാണ്: ചരിത്രത്തിൽ ഒരിക്കലും ആഘോഷിക്കുവാൻ മനുഷ്യൻ ധൈര്യം കാട്ടിയിട്ടില്ലാത്ത വേദപുസ്തകത്തിലെ ഒരു ഉത്സവമാണ് യോബേൽ ജൂബിലി. എന്താണ് ആ ദർശനം? ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിലാണ് ആ ദർശനത്തിൻ്റെ ആഴമേറിയ പൊരുൾ നാം കാണുന്നത്. 13-ാം വാക്യം: ഓരോരുത്തൻ താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങി വരണം. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ പല കാരണങ്ങളുണ്ടായേക്കാം. എന്നാൽ യോബേൽ സംവത്സരം ആ കാരണങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് തന്നെ വീണ്ടെടുപ്പിൻ്റെ വർഷമാണ്. സാധാരണ രീതിയിൽ നാം കടം വാങ്ങുക സാധാരണമാണ്. കടം വാങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് നമ്മുടെ നിലം നഷ്ടപ്പെട്ടേക്കാം, വീട് നഷ്ടപ്പെട്ടേക്കാം. പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യ മന്ത്രിസഭ കൂടി അവരുടെ ശ്രദ്ധേയമായ തീരുമാനങ്ങളിൽ ഒന്ന്, ജപ്തി മൂലം വീട് നഷ്ടപ്പെടുന്ന അനുഭവം ആർക്കും ഉണ്ടാകരുത്. ആ ദർശനത്തിൻ്റെ കാതൽ നാം കാണുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ അവർ മുന്നിലേക്ക് നോക്കി വരുവാൻ സാധ്യതയുള്ള അനീതികളെക്കുറിച്ച്, അസമത്വത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്: ചില ആളുകൾക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ടാകും, ചില ആളുകൾക്ക് ഭൂസ്വത്ത് ഇല്ലാതെയാകും. ആ അസമത്വം അത് അപകടകരമാണ്. ഭൂപരിഷ്കരണ നിയമങ്ങൾക്കൊക്കെ എത്രയോ മുമ്പ് അവർ പറഞ്ഞു, ഭൂമി ദൈവത്തിനുള്ളതാണ്, അത് ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ അവകാശമില്ല. പിന്നെയോ നിങ്ങൾക്കാകെ ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങളുടെ കൊയ്ത്തുകളെ വിൽക്കാമെന്നുള്ളതാണ്. എത്ര സംവത്സരം ഇനി യോബേൽ സംവത്സരത്തിന് ബാക്കിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കൊയ്ത്തുകളെ വിൽക്കാം. കൊയ്ത്തുകളെ വിറ്റ് കഴിഞ്ഞാലും നിങ്ങളുടെ സഹോദരൻ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നുവെന്നറിഞ്ഞാൽ നിങ്ങൾ അവനെ വീണ്ടെടുക്കണം എന്ന് വിഭാവന ചെയ്യുകയാണ്. അഥവാ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലോ യോബേൽ സംവത്സരം ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ തിരികെ ലഭിക്കുന്ന നീതിയുടെയും ന്യായത്തിൻ്റെയും സംവത്സരമാണ്. മടക്കി കൊടുക്കണമെന്നല്ല, മടക്കി ലഭിക്കുന്നതായിട്ടുള്ള അനുഭവം. ചിലപ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ട് അവരെ തന്നെ, അവരുടെ കുടുംബാംഗങ്ങളെ അടിമകളായി വിറ്റിരുന്ന ഒരു സംവിധാനം അന്ന് നിലവിലുണ്ടായിരുന്നു. 50-ാം സംവത്സരം സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു പോകാം. അതായിരുന്നു ദർശനം. അവിടെ വീണ്ടും ഒരു
സമത്വത്തിൻ്റെ ആരംഭം കുറിക്കുവാനായിട്ടുള്ള വലിയ ദർശനം. വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ടാകാം. മതിലുകളില്ലാത്ത ഗ്രാമങ്ങളിൽ വീടുകളിൽ വേറെ ആളുകൾ കയറി താമസിക്കുകയാണെങ്കിൽ യോബേൽ സംവത്സരം അവരവരുടെ വീടുകൾക്ക് അവർക്ക് മടക്കി കൊടുക്കണം. ആര് കയറി താമസിച്ചാലും ശരി, അധിനിവേശ സംസ്കാരത്തിൻ്റെ ആ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കലിൻ്റെ അനുഭവം, എല്ലാവർക്കും അവരുടെ പാർപ്പിടങ്ങൾ ലഭിക്കുന്നുവെന്നുള്ള ഉറപ്പുവരുത്തൽ. സഹോദരൻ ദരിദ്രനായി തീർന്നാലോ അവനെ വീണ്ടെടുക്കണം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള വലിയ സ്വപ്നം. പ്രിയരെ, വിശപ്പില്ലാത്ത, ദരിദ്രരില്ലാത്ത, ഭവനരഹിതരില്ലാത്തൊരു ലോകം എന്ന് നീതിപീഠങ്ങൾ ഉറക്കെ പറയുമ്പോൾ യോബേലിൻ്റെ സ്വപ്നം അതായിരുന്നു, യോബേലിൻ്റെ ദർശനം അതായിരുന്നു. ഓരോ 50 വർഷങ്ങളിലെങ്കിലും സമത്വത്തിൻ്റെ ആ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങി വരണമെന്നുള്ള വലിയ ദർശനം, സത്യത്തിൻ്റെ ആ കാഹളധ്വനി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കാഹളധ്വനിയായിരുന്നു. കുഴിവിള സഭ ജൂബിലി ആഘോഷങ്ങൾക്കായി ഒരുങ്ങുമ്പോൾ ആ ഒരു വർഷം അത് ആത്മനിറവിലുള്ള ആരാധനയുടെ വർഷമാകണം. അടച്ചുപൂട്ടലിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, രോഗം മാറും സൗഖ്യം വരും ആരാധനയെങ്കിൽ എന്ന ബോധ്യത്തോടെ ലോകത്തിൻ്റെ സൗഖ്യത്തിനായിട്ടുള്ള ഒരു യാചന നിറഞ്ഞ ദൈവതിരുസന്നിധിയിലെ ആരാധനയാകണം പുതുവർഷത്തിൻ്റെ അനുഭവം. 2, ആ പുതുവർഷത്തിൻ്റെ അനുഭവം, ജൂബിലിയുടെ അനുഭവം അനുതാപത്തിൻ്റെ അനുഭവമാകണം. 50 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു സഭയായി, ഒരു സമൂഹമായി, കുടുംബമായി, വ്യക്തികളായി സഭയ്ക്ക് നിരക്കാത്തതെന്തെങ്കിലും, സഭയുടെ സാക്ഷ്യത്തിന് നിരക്കാത്തതെന്തെങ്കിലും, നീതിക്ക് നിരക്കാത്തതെന്തെങ്കിലും, ന്യായത്തിന് നിരക്കാത്തതെന്തെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വർഗീയ ദൈവമേ പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പറയുന്ന അനുതാപത്തിൻ്റെ വർഷമാകണം ജൂബിലിയുടെ വർഷം. അതിനേക്കാളൊക്കെ പ്രധാനമായി അനീതികൾക്കെതിരെയുള്ള പ്രതികരണത്തിൻ്റെ വർഷമാകണം ജൂബിലി വർഷം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി, ഭവനരാഹിത്യ നിർമ്മാർജ്ജനത്തിനായി, വിശപ്പിൻ്റെ പട്ടിണിയുടെ നിർമ്മാർജ്ജനത്തിനായി, ബന്ധനങ്ങളുടെ നിർമ്മാർജ്ജനത്തിനായി, അടിമത്തത്തിൻ്റെ നിർമ്മാർജ്ജനത്തിനായുള്ള ഇടപെടൽ. ആധുനിക ദിവസങ്ങളിൽ ഒരുപക്ഷെ അടിമത്തത്തിന് തന്നെ നൂതനമായ അർത്ഥങ്ങൾ ലഭിക്കുന്നൊരു പശ്ചാത്തലത്തിൻ്റെ മധ്യേ പുതുസ്വാതന്ത്ര്യത്തിൻ്റെ കാഹളധ്വനിയായി മാറണം ജൂബിലിയുടെ ആഹ്വാനം. ഇന്ന് നമ്മുടെ തലമുറകളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ ബന്ധിതരാക്കുന്നതായിട്ടുള്ള അടിമത്തത്തിൻ്റെ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അവ തിരിച്ചറിയുവാനും ആ അടിമത്തങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതികരണമായി മാറുവാൻ നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രക്രിയകൾക്കും നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആകണം. സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും ഒത്തുകൂടുന്നത് അത് നീതിയുടെയും ന്യായത്തിൻ്റെയും ഒത്തുകൂടലുകളാകണം. നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവസ്നേഹത്തെ എങ്ങനെ പങ്കുവയ്ക്കാതിരിക്കും എന്നുള്ള അനുഭവമാകണം. ഒരിക്കലും സ്നേഹിക്കുവാൻ കഴിയാത്തവരെ സ്നേഹിക്കുന്നതിലൂടെ കർത്തൃ ശുശ്രൂഷയുടെ ആഴങ്ങൾ നാം തിരിച്ചറിയുന്ന അനുഭവമാകണം ശുശ്രൂഷയുടെ അനുഭവങ്ങൾ. പ്രിയരെ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. 1, ഇന്ന് പെന്തക്കോസ്ത് ദിനം. എല്ലാവരിലും ഒരുപോലെ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ശക്തിപ്പെടാം. 2, ജൂബിലി. അത് ആരാധനയുടെ വിളിയാണ്, അനുതാപത്തിൻ്റെ വിളിയാണ്, അത് ആത്മനിറവിൻ്റെ വിളിയാണ്, അത് എല്ലാ തരത്തിലുള്ള അനീതികൾക്കെതിരെയുള്ള പോരാട്ടത്തിലേക്കുള്ള വിധിയാണ്. അതിൻ്റെ പൂർണ്ണത ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ മുൻരുചി ഇവിടെ നാം അനുഭവിച്ചറിയുവാൻ യോബേൽ സംവത്സരത്തിൻ്റെക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ ഓരോ ദിവസവും നമുക്ക് ശക്തി പകരുന്ന അനുഭവങ്ങളാകട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, കുഴിവിട സഭയെ 49 വർഷക്കാലം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പുതുവർഷം യോബേൽ സംവത്സരമായി ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ, ജൂബിലിയുടെ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, അത് കർത്താവെ ആത്മനിറവിൻ്റെ അനുഭവമുള്ള ആരാധനയുടെ അനുഭവമാക്കണമേ. അത് അനുതാപത്തിൻ്റെ അനുഭവമാക്കണമേ. അത് അനീതികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ
ന്യായത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ ദൈവരാജ്യ പ്രതിബദ്ധതയുടെ പ്രതീകമാക്കണമേ. എല്ലാവരെയും, ഇതുവരെ നടത്തിയവരെ, ഇപ്പോൾ നയിക്കുന്നവരെ, ഇനി നയിക്കാനിരിക്കുന്നവരെ അനുഗ്രഹിച്ച് ഈ ലോകത്തെ മഹാമാരിയിൽ നിന്നും വിടുവിച്ച് കർത്താവെ, പുതിയൊരു സാധാരണത്വത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്ന യോബേൽ അനുഭവം, യൂബിലി അനുഭവം ഞങ്ങൾക്ക് തരണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. നിത്യകാലപാറയേ, നിന്നിൽ ഞാൻ ഒളിക്കട്ടെ. പായും നിന്നിലാവിലെ ചോരനീരൻ പാപത്തെ നീക്കി നൽകി ശാന്തിയെ പൂർണ്ണത്രാണം നൽകുകേ. ഏറെ കണ്ണീർ വാർക്കിലും നോമ്പു നോറ്റു പാർക്കിലും പോരാ ദേവാനീതി ഞാൻ പൂർത്തിയാക്കി തീർത്തിടാൻ. യേശു പാപം പോക്കുവാൻ എൻ്റെ ഏകരക്ഷകൻ. കൈക്കല്ലേതും കൂടാതെ ക്രൂശിലേക്കു ഓടുന്നേ. നഗ്നൻ ഹീനൻ ഞാൻ മുന്നേ, വസ്ത്രം ഭാഗ്യം തായിന്നേ. മ്ലേച്ഛനായ ഞാൻ വന്നേ, സൗഖ്യം ശുദ്ധി തായിന്നേ. ഞാൻ ഈ ഭൂവിൽ വേവുമ്പോൾ, ചാവാൻ കണ്ണടയ്ക്കുമ്പോൾ, മേലോകെ ഞാൻ ചെല്ലുമ്പോൾ, സിംഹാസനെ കാണുമ്പോൾ, നിത്യകാലപാറയേ, നിന്നിൽ ഞാൻ ഒളിക്കട്ടെ. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും പരിപാലകനുമായ ഞങ്ങളുടെ കർത്താവേ, കഴിഞ്ഞ 49 വർഷക്കാലം തിരുസഭയിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി തീർന്ന, ഈ ദേശത്തിന് ലഭ്യമായി തീർന്ന, കുടുംബങ്ങൾക്ക് ലഭ്യമായി തീർന്ന, ഞങ്ങളുടെ പൂർവികർക്ക് ലഭ്യമായി തീർന്ന എല്ലാ നന്മകൾക്കായും ദൈവത്തിന് സ്തോത്രം. ആലയത്തിൻ്റെ വെളിച്ചത്തിന് കീഴിൽ ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ ആലയം ഈ ദേശത്തിലെ ഒരു പ്രാർത്ഥനാലയമായി, ഒരു ബദേസ്തയായി ഇനിയും വളരുവാൻ, ഉയരുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ആലയത്തിലൂടെ തലമുറകളെ, മക്കളെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം. തുടർന്നും വിശ്വാസ തീഷ്ണതയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും സഹായിച്ചാട്ടെ. ഈ നാളുകളിൽ അഭിമുഖീകരിക്കപ്പെടുന്ന എല്ലാ രോഗ ദുരിതങ്ങളിൽ നിന്നും, ആശങ്കകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രതികൂലങ്ങളിൽ നിന്നും പ്രിയ മക്കളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളെ ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. യേശു കർത്താവ് നൽകുന്ന സുരക്ഷിതത്വത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, ആശീർവദിച്ചാട്ടെ. എല്ലാവരും സമാധാന സന്തോഷത്തോടെ ജീവിപ്പാനായിട്ട് സഹായിച്ചാട്ടെ. ദൈവമേ, 50ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങളുടെ സഭ ഇതാ പ്രവേശിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളുടെ സഭയെ സജ്ജമാക്കണമേ. തലമുറകൾ പുതിയ പുതിയ നന്മകൾ അനുഭവിപ്പാൻ സഹായിക്കണമേ. പ്രാർത്ഥനാ ജീവിതത്തിൽ വളരട്ടെ, വിശ്വാസ ജീവിതത്തിൽ വളരട്ടെ, ആത്മീക ജീവിതത്തിൽ വളരട്ടെ, കൂട്ടായ്മ ജീവിതത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വർഗീയമായ കാവലിൽ അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെ സഭ മുമ്പോട്ട് പോകുവാൻ സഹായിച്ചാട്ടെ. പ്രവർത്തിപ്പാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട എല്ലാ കമ്മിറ്റികൾക്കായിട്ടും സ്തോത്രം. അടിയനെയും ഈ നാളുകളിൽ ഈ സഭയിൽ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കളെയും, എല്ലാ പൊന്നോമന മക്കളെയും ഒരിക്കൽ കൂടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിച്ചു വാഴുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയരെ നമ്മോടും നമ്മുടെ ജീവിത യാത്രയോടും കൂടെ ഇരുന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.